ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചു വരുന്നത്. അപ്പൊ നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനമുള്ള മനസ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സമാധാനമുള്ള ഒരു ശരീരം ആവശ്യമാണ്. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. അതായത് മനസ്സ് സമാധാനപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മനസ്സ് അസ്വസ്ഥമായി കഴിഞ്ഞാൽ ശരീരവും അസ്വസ്ഥമാണ്. ഇത് നേരെ തിരിച്ചുമാണ്. ശരീരം അസ്വസ്ഥമായി കഴിഞ്ഞാൽ മനസ്സും അസ്വസ്ഥമാണ്. അപ്പൊ നമുക്ക് ഈ അടക്കി വെച്ച വികാരങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കി നമുക്ക് നല്ല രീതിയിൽ മനസ്സിനെ ശാന്തമാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതോടുകൂടെ നമ്മുടെ ഉറക്കത്തെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മളൊരു ചെറിയൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മുമ്പിൽ ക്രിയേറ്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണെന്ന് കരുതാം. 1 മിനിറ്റ് സമയം നിങ്ങൾ അത് പിടിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചിട്ടൊന്നും സംഭവിക്കും. കുറച്ച് സമയം നിങ്ങൾക്ക് പിടിക്കാനായിട്ട് പറ്റും. അതേസമയം നിങ്ങൾ 10 മിനിറ്റ് സമയം ആ വെള്ളവും ഗ്ലാസ്സും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കൈ വേദനിക്കാൻ തുടങ്ങും. അത് 1 മണിക്കൂർ പിടിക്കുകയാണ് എങ്കിൽ, 1 മണിക്കൂർ നമുക്ക് പലപ്പോഴും സാധിക്കില്ല. 1 മണിക്കൂർ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ കൈ മരവിച്ചു പോയിട്ടുണ്ടാകും. അപ്പൊ ഒരേ വെള്ളമാണ്, വെള്ളത്തിന്റെ അളവ് നമ്മൾ കൂട്ടിയിട്ടില്ല, ഒരേ വെള്ളമാണ്. പക്ഷെ സമയം ദീർഘിപ്പിച്ചപ്പോൾ നമ്മുടെ കൈ വേദനിക്കുകയും കൈ മരവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകും. അപ്പൊ വെള്ളത്തിന്റെ ഭാരം മാറിയിട്ടില്ല, പക്ഷെ അത് എത്ര നേരം നമ്മൾ പിടിച്ചു വെക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. എത്ര നേരം നമ്മൾ പിടിച്ചു വെക്കുന്നതോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ വികാരങ്ങളും ഇതേപോലെ തന്നെയാണ്. നമ്മൾ എത്ര സമയം പിടിച്ചു വെക്കുന്നു, എത്ര സമയം നമ്മൾ പിടിച്ചു വെക്കുന്നതിനനുസരിച്ച് നമ്മുടെ വികാരവും എന്ത് ചെയ്യുന്നു, അത് കനം കൂടിക്കൊണ്ടേയിരിക്കും, അതിന്റെ ഭാരം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സിനെ നമുക്ക് ഫ്രീ ആക്കി കൊടുക്കലാണ് എപ്പോഴും നല്ലത്. അതായത് മനസ്സിൽ കൂടുതൽ സമയം വികാരങ്ങളെ, നമ്മുടെ ഫീലിങ്സുകളെ നമ്മൾ വെക്കുന്ന സമയത്ത് അത് ഭാരം വർദ്ധിച്ച് നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അപ്പൊ അവിടെയാണ് നമ്മളത് ചിലപ്പം ആ ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ വെക്കുന്നതോടുകൂടെ തന്നെ അത് ചിലപ്പോൾ എന്ത് ചെയ്യും, രൂപമാറ്റം വരും. അതൊരു ഓവർ തിങ്കിങ് ആയിട്ട് മാറാം. അങ്ങനെ ഓവർ തിങ്കിങ് ആയിട്ട് മാറി അത് ഒരു പക്ഷേ നമുക്ക് ആദിയായിട്ട് മാറാം. ആ ആദിയായിട്ട് മാറുന്ന സമയത്ത് ചിലപ്പോൾ ശരീരവേദന ഉണ്ടാകാം, ഉറക്കക്കുറവുണ്ടാക്കാം, ക്ഷീണം ഉണ്ടാക്കാം, ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിൽ കുറവ് വരാം, അങ്ങനെ ബന്ധങ്ങൾ അകലെ സൃഷ്ടിക്കാം. അങ്ങനെ തുടങ്ങി നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും അത് പോകാൻ കാരണമായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള വൈകാരികമായ ഭാരങ്ങൾ നമ്മുടെ ഉള്ളിൽ വെക്കരുത് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫീൽ ചെയ്യാത്ത അനുഭവം, അതായത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് സങ്കടമാണെങ്കിൽ സങ്കടം നമ്മൾ ഫീൽ ചെയ്യണം. അതോടുകൂടെ നമുക്കത് ഡിസപ്പിയർ ചെയ്യാൻ പറ്റുന്നത് അപ്പോഴാണ്. ഒരിക്കലും അത് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യൂല, ഡിസപ്പിയർ ചെയ്യൂല, അതവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള ഒരു സയൻസ് എന്ന് പറയുന്നത്, ഓരോ വികാരത്തിന്റെ പിന്നിലും യഥാർത്ഥത്തിൽ ഒരു രാസപ്രവർത്തനമുണ്ട്, ഒരു രാസപ്രതികരണം ഉണ്ടാകുന്നുണ്ട്, ഒരു കെമിക്കൽ റെസ്പോൺസ് ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ അമിഗ്ദല ആക്ടിവേറ്റ് ചെയ്യും. അമിഗ്ദല ആക്ടിവേറ്റ് ചെയ്യുന്നതോടുകൂടെ ഹൈപ്പോതലാമസില് അതിന്റെ ആക്ടിവേഷൻ നടക്കും. അത് അഡ്രിനാലിൻ ഗ്ലാൻഡ്സില് അത് റിഫ്ലക്ഷൻസ് ഉണ്ടാക്കും. അവിടെ നമുക്ക് കോർട്ടിസോൾ പോലെയുള്ള ഹോർമോണുകൾ, അഡ്രിനാലിൻ പോലെയുള്ള ഹോർമോണുകൾ, സ്ട്രെസ് ഹോർമോണുകൾ അവിടെ ഉണ്ടാക്കും. ആ സ്ട്രെസ് ഹോർമോണുകൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും. അതായത് ഒരാൾ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ ഇത്രയും പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, നമ്മുടെ മസിലൊക്കെ ടൈറ്റ് ആയി വരുന്ന സാഹചര്യം ഉണ്ടാവും.
ബ്രീത്തിങ് ചിലപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് മാറും. അതുപോലെ തന്നെ നമ്മുടെ ഉറക്കത്തെ നഷ്ടപ്പെടും. അതേപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണി സിസ്റ്റം, പ്രതിരോധ ശേഷി നമുക്ക് നഷ്ടപ്പെടുകയും കുറയുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു, അത് സ്ട്രെസ് ആയിട്ട് മാറി അത് റിപ്പീറ്റഡ് ആയിട്ട് ഈ പ്രോസസ് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഉള്ളിൽ ഒരു സ്ട്രെസ് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഫീലിങ്സുകൾ, അതായത് ബ്രെയിനിൽ സ്ട്രെസ് വരുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രോസസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് നിരന്തരമായിട്ട് ഒരാൾ നടക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഉറങ്ങാൻ സാധിക്കുമോ? ആ വ്യക്തിക്ക് ശരീരവേദന മാറ്റാൻ സാധിക്കുമോ? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വികാരം നമ്മൾ അടക്കി പിടിക്കുന്നതും വികാരം കൈകാര്യം ചെയ്യുന്നതും രണ്ടും വ്യത്യസ്തമാണ്. ഒന്ന് വികാരം അടക്കി പിടിക്കുന്നത്, രണ്ട് വികാരം കൈകാര്യം ചെയ്യുന്നത്. ഇത് രണ്ടും വ്യത്യസ്തമായിട്ട് തന്നെ നമ്മൾ കാണണം. അത് രണ്ടാണ്. അപ്പൊ അവിടെ നമ്മൾ സപ്രസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചില ആളുകൾ പറയും പിന്നെ കരയരുത്, സംസാരിക്കരുത്, അത് അവഗണിക്കുക, അതിന് എക്സ്കേപ്പ് ചെയ്യുക, അത് സപ്രസ് ചെയ്ത് വെക്കുക എന്നൊക്കെയുള്ള രീതിയിൽ ആളുകൾ പറയും. അപ്പൊ അവിടെ അതിന് പകരം ഹെൽത്തി ആയിട്ടുള്ള ചില പ്രോസസ്സുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഒരു വിഷമോ പ്രയാസമോ സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അത് ഒബ്സർവ് ചെയ്യുക. എനിക്കിപ്പോ മാനസികമായിട്ട് എനിക്കിപ്പോ ചെറിയൊരു പ്രയാസമുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുക, അഡ്രസ് ചെയ്യുക, അത് ആദ്യം മനസ്സിലാക്കുക. അത് ഉണ്ട് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അത് അംഗീകരിക്കുക. ഈ സപ്രസ് ചെയ്യുന്ന സംഭവം നെഗറ്റീവായിട്ടാണ് വരിക. ചില ആളുകൾ സാർ ഞാനിപ്പോ അതൊക്കെ മൂടിക്കെട്ടിയിട്ട് ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഉള്ളിൽ തുറക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണെന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും വർക്ക്ഷോപ്പിലൊക്കെ അത് പുറത്ത് കളഞ്ഞിട്ട് അത് പുറത്തേക്ക് കളയാൻ, അത് അങ്ങനെ ഉണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യുക, അത് ഫീൽ ചെയ്യുക, ആ അനുഭവം ഫീൽ ചെയ്യുക, അതിനോടുള്ള പ്രതികരണം എന്താണോ അത് എക്സ്പ്രസ് ചെയ്യുക, എന്നിട്ട് ആ വികാരത്തെ നമ്മൾ റിലീസ് ചെയ്യുക. ആ വികാരത്തെ നമ്മൾ റിലീസ് ചെയ്യുക. അപ്പൊ പലപ്പോഴും ഈ സപ്രസ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ കൂടി വരുന്ന സമയത്ത് അത് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് പല രൂപത്തിൽ നമ്മൾ എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉറക്കവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ ആലോചിക്കുകയും മനസ്സിലേക്ക് വരികയും ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ കിടക്കാൻ പോകുന്ന സമയത്തായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്സുകളോ ടെൻഷൻസുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തിന്, ഇപ്പം ഈ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. കാരണം നമ്മളിപ്പോ എന്താണ്, അവിടെ അവെയർ ആവുകയാണ്, അങ്ങനൊരു സംഭവം ഉണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യാണ്, ഫീൽ ചെയ്യുന്നു, അത് നമ്മൾ അനുഭവിക്കുന്നു, അതിനോടുള്ള പ്രതികരണം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു, അതിൽ നമ്മൾ വിട്ടുകളയുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഹെൽത്തി വേയിൽ നമ്മൾ ഇത്തരം വികാരങ്ങളെ പിടിച്ചു നിർത്താതെ നമ്മുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി എടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇമോഷണൽ ഐസ്ബർഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഐസ്ബർഗ് നമുക്കറിയാം അല്ലെ, നമ്മുടെ കടലിലൊക്കെ മുകളിൽ ഇങ്ങനെ കാണുന്ന ചെറിയൊരു മഞ്ഞുമല അല്ലെ. പക്ഷെ ആ മഞ്ഞുമല എന്ന് പറയുന്നത് കുറച്ചേ ഉണ്ടാവുള്ളൂ നമ്മൾ പുറത്ത് കാണുന്നത്. പക്ഷെ അതിനേക്കാൾ എത്രയോ ഇരട്ടി ആഴത്തിൽ മഞ്ഞുമല ചിലപ്പോൾ ഉണ്ടാകും. ചില നമ്മുടെ ടൈറ്റാനിക് പോലും അപകടത്തിൽപ്പെട്ടത് അങ്ങനത്തെ ഒരു മഞ്ഞുമലയിൽ ഇടിച്ചിട്ടാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ മഞ്ഞുമല എന്ന് പറയുന്നത് പുറത്ത് കാണുന്ന കുറച്ചായിരിക്കും ഉണ്ടാവും, പക്ഷെ അടിയിൽ ധാരാളം വലിയ ഭീമാകാരമായിട്ടുള്ള ഐസ്ബർഗ് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഇമോഷണൽ ഐസ്ബർഗുകൾ ഉണ്ട്. പുറത്ത് കാണുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ ദേഷ്യമായിരിക്കും. പുറത്ത് കാണുന്നത് ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിരാശയായിരിക്കും, അതല്ലെങ്കിൽ നമുക്ക് അസഹിഷ്ണുതയായിരിക്കും. എന്നാലോ ആ ഒരു ഐസ്ബർഗിന്റെ മുകളിൽ കാണുന്ന കോപത്തിന്റെ അടിയിൽ ചിലപ്പോൾ ഉണ്ടാകുന്നത് ചിലപ്പം ഭയമായിരിക്കും, അല്ലെങ്കിൽ കുറ്റബോധമായിരിക്കും, അതല്ലെങ്കിൽ നാണമായിരിക്കും, അതല്ലെങ്കിൽ ഏകാന്തതയായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും നിരാകരിച്ചതിന്റെ വേദനയായിരിക്കും, അതല്ലെങ്കിൽ സ്നേഹക്കുറവായിരിക്കും.
അങ്ങനെ തുടങ്ങിയിട്ടുള്ള പലപ്പോഴും അതിന്റെ അടിത്തട്ടിൽ വേറെ കുറെ കാര്യങ്ങൾ ചിലപ്പോൾ കിടക്കുന്നുണ്ടാവും. അപ്പൊ പലപ്പോഴും കോപമായിരിക്കില്ല പ്രശ്നം, അതിന്റെ അടിയിലുള്ള മുറിവായിരിക്കും പ്രശ്നമായിട്ട് മാറുന്നുണ്ടാവും. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് നമ്മുടെ മനസ്സിനെ നമ്മൾ എത്രത്തോളം കൺസിഡർ ചെയ്യണം, നമ്മുടെ മനസ്സിനെ എത്രത്തോളം നമ്മൾ കൂടെ ചേർത്ത് നിർത്തണം എന്നുള്ളതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മുടെ ഈ മഞ്ഞുമല ഒരു എന്താ പറയുക, ഇമോഷണൽ വികാരത്തിന്റെ മഞ്ഞുമല, ഇങ്ങനെ പല കാര്യങ്ങളുള്ള വലിയൊരു മഞ്ഞുമലയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രോസസ്സ് ചെയ്യുക. അപ്പൊ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നതിനനുസരിച്ച്, നമ്മുടെ മനസ്സിനെ ശൂന്യമാക്കുന്നതിനനുസരിച്ച് നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഉറക്കം ലഭിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ മനസ്സും ശരീരവും തമ്മിലുള്ള കണക്ഷൻ, നമ്മുടെ ഓരോ ചിന്തക്കും ഓരോ റെസ്പോൺസ് നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്നത്തെ രാത്രി നടക്കുന്ന ക്ലാസ്സില് നിങ്ങളെ വിശ്വസിപ്പിക്കാവുന്ന തെളിവുകൾ നിരത്തി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ഓരോ നമ്മുടെ ചിന്തയും ശരീരത്തിൽ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആ ചിന്ത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും നീങ്ങാൻ പറ്റും. അപ്പൊ ആ ചിന്ത റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് ആരോഗ്യത്തെ നിർമ്മിച്ചെടുക്കാൻ പറ്റും, ആരോഗ്യത്തെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും, രോഗാവസ്ഥയെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ തന്നെയാണ് മരുന്ന്, യു ആർ ദ പ്ലാസിബോ, നിങ്ങൾ തന്നെയാണ് മരുന്ന് എന്നതാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പറയാനായിട്ട് പോണത്. അതായത് നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന പ്രോസസ്സുകളും, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, അത് എത്രത്തോളം നിങ്ങളുടെ ആരോഗ്യത്തെ സൃഷ്ടിച്ചെടുക്കുന്നു, ആരോഗ്യത്തെ നശിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കാനാണ് ആ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ചിന്തകൾ ഒരു റെസ്പോൺസ് നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ചിന്ത നെഗറ്റീവ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള റെസ്പോണ്ട് ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. പോസിറ്റീവ് ആണെങ്കിലും അതിനനുസരിച്ചുള്ള റെസ്പോൺസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം, ഞാൻ സേഫ് അല്ല, ഞാൻ സുരക്ഷിതമല്ല, ഞാനിപ്പോ ഒരു പ്രശ്നത്തിലാണ് ഉള്ളത് എന്ന ഒരു സിറ്റുവേഷനിലാണ് ഒരാളുള്ളത് എങ്കിൽ നമ്മുടെ ബ്രെയിൻ ആ സമയത്ത് ഒരു ഡേഞ്ചർ മോഡിലോട്ട് പോകും. അപ്പൊ ഒരു റെസ്ക്യൂ മോഡിലാണ് ബ്രെയിൻ നിൽക്കുന്നുണ്ടാവുക. നിങ്ങൾ സേഫ് അല്ല എന്നൊരു മെസ്സേജ് നിങ്ങളുടെ മനസ്സിന് കൊടുക്കുന്ന സമയത്ത്, ശരീരത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ കൊടുക്കുന്ന മെസ്സേജ് ഡേഞ്ചർ സോൺ ആണ്. അപ്പൊ നമ്മള് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ബോഡി ആക്ട് ചെയ്യാൻ തുടങ്ങും. ഒരു സ്ട്രെസ് മോഡിലേക്ക് നമ്മുടെ ശരീരം പോകും. ആ സ്ട്രെസ് മോഡിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ മസിലുകളൊക്കെ ഒന്ന് ടൈറ്റ് ആകും, നമ്മുടെ ഡൈജഷൻ സ്ലോ ആവും. എന്നാലോചിച്ച് നോക്കിയേ, ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രോസസ്സ് സ്ലോ ആവും. എന്തുകൊണ്ടാണ് സ്ലോ ആവുന്നത്? അവിടെ നമ്മളുടെ സ്ട്രെസ് വരുന്നതോടുകൂടെ നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബ്രെയിൻ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഉപബോധ മനസ്സ് പോലും അതിനനുസരിച്ച് ഡൈജഷൻ സ്ലോ ആക്കും. കാരണം എന്താ, നമ്മൾ അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഞാൻ സേഫ് അല്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് ആ സിറ്റുവേഷനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം പ്രിപ്പയർ ചെയ്യാണ്. മാത്രമല്ല, നമുക്ക് ക്വാളിറ്റി കുറഞ്ഞ സ്ലീപ്പ് ആയിരിക്കും കിട്ടാൻ. സ്ട്രെസ്സിലുള്ള സമയത്ത് ക്വാളിറ്റി കുറഞ്ഞ സ്ലീപ്പ് ആയിരിക്കും, നല്ല ഉറക്കം കിട്ടൂല. അപ്പൊ നമുക്ക് നല്ല എനർജി ഉണ്ടാവില്ല, ലോ എനർജിയിലേക്ക് നമ്മൾ പോകും. അപ്പൊ അവിടെ നമ്മൾ എന്താ, ഞാൻ സേഫ് അല്ല എന്ന ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇത്രയും മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതേ സമയത്ത് നമ്മൾ നേരെ തിരിച്ച് ഞാൻ സേഫ് ആണ് എന്നൊരു മെസ്സേജ് കൊടുക്കുന്ന സമയത്ത് ബ്രെയിൻ സ്വീകരിക്കുന്നത് എന്താണ്? സേഫ് ആണ്, ആള് സന്തോഷത്തിലാണ്, ആള് സേഫ് ആണ്. അപ്പൊ എന്താക്കും, നമ്മുടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യും, നല്ല രീതിയിൽ വർക്ക് ചെയ്യും. നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടും, ബോഡിയൊക്കെ നല്ല റിലാക്സേഷൻ കിട്ടും. അവിടെ നമുക്ക് ഹീലിംഗ് ആവശ്യമാണെങ്കിൽ ഹീലിംഗ് ലഭിക്കും. ആ ഹീലിംഗ് ലഭിക്കുന്നതോടുകൂടി തന്നെ നമുക്ക് നല്ല ഉറക്കം ലഭിക്കും. നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള
തിങ്കിങ് പ്രോസസ്സിലോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവായിട്ടുള്ളതും അനുകൂലമായിട്ടുള്ളതും നമുക്ക് ആവശ്യമായിട്ടുള്ളതുമായ രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം സേഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അൺസേഫ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ എത്രത്തോളം നമുക്ക് ഭാരമൊഴിച്ച് വളരെ ഫ്രീ ആക്കി വെക്കുന്നതിന്റെ പ്രാധാന്യം നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ഇമോഷൻസ് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. പല ആളുകൾക്കും നെഞ്ചില് ഭാരം തോന്നും, അല്ലെ? കഴുത്തില് ഭയങ്കര ടൈറ്റ് ആണ്, അല്ലെങ്കിൽ വയറിൽ അസ്വസ്ഥതയാണ്, തലവേദനയാണ്, തോളില് ഭാരമാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പുറം വേദനയാണ്, ശ്വാസം കുറുകുന്നുണ്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഇമോഷൻസ് ഒക്കെ പലപ്പോഴും അത് പുറത്ത് കളയാത്തത് കൊണ്ട്, വെന്റിലേറ്റ് ചെയ്യാത്തത് കൊണ്ട്, അതല്ലെങ്കിൽ ആ ഇമോഷൻ അനുഭവിച്ച് ആ ഫീലിങ്ങിനെ മാറ്റാത്തത് കൊണ്ട് പലപ്പോഴും അങ്ങനെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മുടെ വികാരം ആദ്യം വരും, അത് നമ്മുടെ ശരീരത്തിലേക്ക് അത് റിഫ്ലക്ട് ചെയ്യും എന്നാണ് പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം. മനസ്സിലാദ്യം വരുന്നു, പിന്നെ അത് ശരീരത്തിലേക്ക് എന്ത് ചെയ്യുന്നു, അത് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ നാഡീ വ്യവസ്ഥക്ക് ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ആ കംഫർട്ട് സോണിനെ നമ്മൾ ബ്രേക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ആ കംഫർട്ട് സോണിനെ നമ്മൾ അസ്വസ്ഥമാക്കി കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അപ്പൊ എപ്പോഴും നമുക്ക് കാമായിട്ട് ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ല രീതിയിൽ മനസ്സ് ശാന്തമാക്കി എടുക്കാനും ഒക്കെയുള്ള ഒരു മാനസികമായ തലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് നല്ല ശാന്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും ക്രിയേറ്റ് ചെയ്ത് എടുക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എത്രത്തോളം ശാന്തമാകണം. ലോകം സുരക്ഷിതമാകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സ് നമ്മൾ സുരക്ഷിതമാക്കണം. പുറത്ത് നടക്കുന്ന പ്രശ്നങ്ങളല്ല യഥാർത്ഥത്തിൽ നമ്മളെ ബാധിക്കുന്നത്. കൂടുതലും നമ്മുടെ ഉള്ളിൽ നമ്മൾ സുരക്ഷിതമാവുക, നമ്മുടെ ഉള്ളിൽ നമ്മൾ സേഫ് ആവുക. ഞാൻ ഈ നിമിഷത്തിൽ ഞാൻ സുരക്ഷിതനാണ്, ഞാൻ ഈ നിമിഷത്തിൽ സുരക്ഷിതനാണ്, എനിക്കിപ്പോൾ എനിക്കിപ്പോ ആ രീതിയിൽ മാനസികമായ തലത്തിലൂടെയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ അതിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇപ്പോൾ പരിഹരിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. ഞാൻ എൻ്റെ ശരീരത്തെ വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ മനസ്സിനെ ശാന്തമാക്കുന്നു എന്ന രീതിയിൽ നമുക്ക് ഓരോ നിമിഷത്തിലും നമുക്ക് സന്തോഷത്തിലും സുരക്ഷിതത്വത്തിലും മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് സംഭവിക്കുന്ന കാര്യം, നമ്മുടെ മനസ്സ് ശാന്തമാകും. നമ്മുടെ മനസ്സ് ശാന്തമാകും. അപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള ഉറക്കം ലഭിക്കാൻ അത് കാരണമായിട്ട് മാറും എന്നതാണ്. അപ്പൊ നമുക്കൊരു എന്തെങ്കിലും ഒരു ഫീലിങ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ അഡ്രസ് ചെയ്യുക, അതെന്താണെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമുക്ക് നമ്മളുടെ ഈ ഫീലിങ്സുകളെ, വികാരങ്ങളെയൊക്കെ നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സെന്ത് ചെയ്യും? ശാന്തമാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഉറക്കത്തെ അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയും. ഉറക്കത്തെ അനുകൂലമാക്കിയെടുക്കാൻ കാര്യം എന്താ? നമ്മൾക്ക് ഭാരം അനുഭവിക്കുന്നില്ല, നമ്മൾ സുരക്ഷിതമാണ്, നമ്മുടെ മനസ്സ് ശാന്തമാണ് എന്ന രീതിയിൽ നമ്മൾ ആ ഫീലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അനുകൂലമായ രീതിയിൽ നല്ല രൂപത്തിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പൊ സംഘർഷഭരിതമായിട്ടുള്ള ഒരു മനസ്സും ശാന്തമായിട്ടുള്ള ഒരു മനസ്സും രണ്ട് രീതിയിലാണ് അവരുടെ ശരീരത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ശാന്തമായിട്ടുള്ള മനസ്സിനോട് നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നല്ല ഉറക്കത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ മനസ്സ് ശാന്തമാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഓരോരുത്തർക്കുമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിനെ ശാന്തമാക്കിയിട്ട് ശാന്തമായി ഉറങ്ങാൻ കഴിയുന്ന വ്യക്തിയായിട്ട് നിങ്ങളെ തന്നെ പരിവപ്പെടുത്തിയെടുക്കാൻ നല്ല രീതിയിൽ ഉറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് നമ്മൾ കരുതാം. നമ്മൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് കൂടെ പറയണം. നല്ല രീതിയിൽ നമുക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. കാരണം ഉറക്കം നഷ്ടപ്പെട്ട ഒരാൾക്ക് മാത്രമേ അതിന്റെ പ്രയാസം മനസ്സിലാകുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല ഉറക്കം ലഭിക്കാൻ നമ്മൾ മനസ്സിനെ ശാന്തമാക്കുക. നമുക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ നന്ദി പറയുക, ഉറങ്ങാൻ വേണ്ടി നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുക. ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി എടുത്തുകൊണ്ട് നല്ല അനുകൂലമായിട്ടുള്ള രീതിയിൽ ഉറക്കം നമുക്ക് ലഭിക്കും. കാരണം മനസ്സിന് ഏറ്റവും അധികം നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നാണ് ഉറക്കം.
ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഏറ്റവും സ്വാധീനിക്കാൻ പറ്റുന്ന മാനസികമായ ശാരീരികമായ ആരോഗ്യത്തെ ഏറ്റവും നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഉറക്കം എന്ന് പറയാം. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒരു 21 ദിവസത്തെ ഒരു പ്രോസസ്സ്, തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ്സ് ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. കാരണം നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മനസ്സിനും അശാന്തമാകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന പ്രോസസ്സുകളും ഇതിൽ സെഷൻസ് ഉണ്ടാവും, ആക്ടിവിറ്റീസ് ഉണ്ടാവും. പിന്നെ നല്ല ഉറങ്ങാനുള്ള ഒരു മാനസികമായ തലത്തിലേക്ക് നിങ്ങൾക്ക് മാറി വരാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അതെല്ലാവരും ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ സെഷൻ കേൾക്കാൻ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. മോർ പവർ ടു യു ഓൾ. എല്ലാവർക്കും ഒരു ശുഭദിനം.